ഹലോ ഗായ്സ്, നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ദുബായിലെ ജബലലിയിലെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇഷാൻ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് റയാനെ റെഡിയാക്കി എടുക്കണം. അവൻ ഓൾറെഡി കുളിച്ചതുകൊണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖവും കൈയും ഒന്ന് കഴുകി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് അവന് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പോവാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഉപമാചാമോ, നമുക്ക് ഉപമാചാമോ. ചുട്ടി മുട്ടാണോ, അമ്മയുടെ കുഞ്ഞാണോ? ഹലോ ഹലോ. ഒരു പിസ്ത ഇഷ്ടമല്ല, എനിക്ക് ഉപ്പ് ഇഷ്ടമല്ല. അങ്ങനെ 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 നമ്മൾ റെഡിയായി. So let's go. Let's go, baby. Hello guys. It's a smile. तुम तो फूर. Hello guys. നമ്മളെ ലിഫ്റ്റ് കയറുന്ന ലിഫ്റ്റ്. ഓക്കെ, പൊട്ടിച്ചില്ല കണ്ടാ, കണ്ടില്ല. ഓ ഷിറ്റ്, നോ പൊട്ടിച്ച്. Hello. Hi. Hi. Hello. Raya. Isha, where are we going? Dubai. ദുബായിൽ എവിടെയാ പോണേ? Temple. Where is the temple? Number 1. Where is the temple? What's her name? Bye bye. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റേതായിട്ടുള്ള കാർ പാർക്കിംഗ് ഇല്ല. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ പുറത്താണ് ഇടുന്നത്. ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഷാർജ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ മന്ത്ലി ഫീ അടച്ചിട്ട് നമ്മൾ ഒരു സോൺ ബുക്ക് ചെയ്യുന്നത്. ആ സോണിനകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഏത് പാർക്കിംഗ് സ്ലോട്ടാണോ അവൈലബിൾ ആയിട്ടുള്ള അവിടേക്ക് നമുക്ക് കാർ ഇടാവുന്നതാണ്, പാർക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഞങ്ങൾ ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എവിടെ ഉണ്ടല്ലോ ഇടാം. ഇവിടെ ഇപ്പോൾ എവിടെ ഫ്രീ ആണോ അവിടെ ഇടാം. അപ്പോൾ നമ്മൾ കാറിനടുത്ത് എത്തി ഇനി കയറി പോവാം. Go. Move bro, move. Okay. Isha, come here. बचाओ.
ഈ കാണുന്ന ഈ ഒരു പാമ്പൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഒരു പാർക്കാണ്. ഇത് ഷാർജയിലെ അൽനാദ പാർക്കാണ്. ഈ പാർക്കിനെ ഒന്ന് ചുറ്റിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇത് സമയം നിങ്ങൾക്ക് തോന്നും നല്ല ഇരുട്ടാണ്, പക്ഷെ അല്ല, ഇത് കാറിൻ്റെ ഗ്ലാസ്സിനകത്തൂടെ കാണുന്നതുകൊണ്ടാണ് ഇത്ര ഇരുട്ടായിട്ട് ഒന്ന് കണ്ടോ. അപ്പോൾ ഇത്രയും വെട്ടമുണ്ട് പുറത്ത്. ഇത് സമയം ഇപ്പോൾ ഒരു 7-7:30 ടൈമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആക്ച്വലി പോകുന്നത് നമ്മുടെ ഇഷാനെ റയാനെയൊക്കെ നോക്കുന്ന ചേച്ചിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ചേച്ചി നമ്മുടെ കൂടെ അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോൾ വീട്ടിൽ പോയി ഫ്രഷായിട്ട് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ചേച്ചിയെ പിക്ക് ചെയ്തിട്ട് പോവാം. ഹലോ, മോണിക്ക. അങ്ങനെ നമ്മുടെ ഒരു 1 hour ട്രാവലിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ജബലലി ടെമ്പിളും പിന്നെ കൂടുതലും ഗുരുദ്വാറും. നമ്മുടെ ഇഷാൻ ഇവിടെ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുകയാണ്. ആശാൻ നടക്കാനൊന്നും വയ്യ. പിന്നെ നമ്മുടെ റയാനും ചേച്ചിയും ഇതാ ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാനും പോയിക്കുന്നു. ഇനി നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറാം. അപ്പോൾ നമുക്ക് ഇതാണ് അമ്പലം ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ. ഇതിനടുത്ത് ഗുരുദ്വാരം. നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നെയൊക്കെ റിസർവേഷൻ ഉണ്ടായിരുന്നത്, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വരണമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ആ ഒരു തിരക്കൊക്കെ മാറിയ ശേഷം റിസർവേഷനൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ടെമ്പിളിനെ കുറിച്ചിട്ടും ടെമ്പിളിലെ ടൈമിങ്ങും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ മൺഡേ ടു സൺഡേ 6 തൊട്ട് 8:30 വരെയാണ്. ലാസ്റ്റ് എൻട്രി 8:15 വരെയാണുള്ളത്. ഇപ്പോൾ നമ്മളൊരു ടൈം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചെരുപ്പെല്ലാം വയ്ക്കാം. പിന്നെ ഇവിടെ പുറത്തിട്ടൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിലെ പോലെയൊന്നും ആരും ഒന്നും എടുത്തിട്ടും പോകത്തില്ല. ദുബായിയുടെ ആ ഒരു പ്രത്യേകത, ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എന്ത് സാധനം എവിടെയും വെച്ചിട്ട് പോകാമെന്നുള്ളതാണ്. ആരും ഒന്നും എടുത്തിട്ട് പോകില്ല എന്നുള്ളതാണ്. ബട്ട് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള ക്രൈം റേറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമുള്ള അല്ലെങ്കിൽ ആൾക്കാരെ ബാധിക്കുന്ന രീതിയിലുള്ളതല്ല. അപ്പം നമുക്കിവിടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ നിന്ന് നമുക്കകത്തൊരു സെക്യൂരിറ്റി ചെക്ക് പോലെയൊക്കെ ഒരു ഇതിനകത്തോട്ട് പോകണം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എത്തുമായിരിക്കും പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് കൂടി കയറി ഇറങ്ങണം. നമ്മുടെ എയർപോർട്ടിൽ കാണുന്ന പോലത്തെ സെക്യൂരിറ്റി ചെക്ക്. ചോറങ്ങല്ലേ നല്ല മണമല്ലേ? ഈ കാണുന്ന പോലെ മുകളിലോട്ട് പ്രെയർ ഹോളും സൈഡിലായിട്ടൊരു വാഷ് ഏരിയ പോലെയാണ്. നമുക്ക് കൈയും കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിനകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കൈയും കാലൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് വാഷ് ഏരിയ. കുറച്ച് തിരക്കുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു സമയം കഴിയാറായതുകൊണ്ടും ഒരു സൺഡേ കൂടി ആയതുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഞാൻ മുന്നേ വന്നതിനേക്കാളും ഇപ്പോൾ ഞാൻ കണ്ടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഇവരുടെ കമ്മ്യൂണിറ്റി ഹാള് പുറത്ത് പ്രൈവറ്റ് ഈവൻറ്റ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാരേജസ് അല്ലെങ്കിൽ നൂലുകെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ അവരിവിടെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏരിയ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഷാനും റയാനും ആക്ച്വലി നല്ല ഇത്തിരി ഉറക്കക്ഷീണത്തിലാണ്. പ്രത്യേകിച്ച് ഇഷാൻ ഒട്ടും ഇതായില്ലായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാണ്ട് ഈവനിങ് ആയപ്പോഴത്തേക്കും നല്ല ഉറക്കത്തിലായിപ്പോയി. ഞാൻ ആക്ച്വലി ഫുൾ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ നമ്മളിവിടെ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹസ്ബൻഡ് ആ ഒരു തിരക്കിലായിപ്പോയി, ആ ഒരു ക്യൂവിൽ പെട്ടുപോയി. പിന്നെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുകളിൽ കയറാം. നേരെ എടുക്കാം. അപ്പം നമ്മളിവിടെ നിന്നൊരു ഹാരം വാങ്ങി നമ്മൾ മൂകാംബിക ദേവിക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോയും അലൗഡല്ല. ഞാൻ ഒളിച്ചും പാത്തേക്ക് കുറേയൊക്കെ എടുത്തത്. അപ്പോൾ ഇവിടെ കുറേ പ്രതിഷ്ഠകളുണ്ടായിരുന്നു. കൃഷ്ണനും രാധയും, ശിവനും പാർവതിയും, മൂകാംബിക, ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, പിന്നെ വേറെയും കുറേ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു കുഞ്ഞിൻ്റെ ചേച്ചിയും കണ്ടു. അപ്പോൾ കുഞ്ഞിനൊരു 10 മാസമായി. ഇപ്പം റയാനെ കണ്ടപ്പോഴത്തേക്ക് ആ കുഞ്ഞ് വന്ന് കൂടെ കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. റയാനിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നുണ്ട് എന്താ സംഭവിക്കണേന്ന്.
പക്ഷെ ഭയങ്കര സ്വീറ്റായിരുന്നു. റയാനും പിന്നെ അവൻ്റെ പ്രായത്തിലുള്ള അവനെക്കാളും ഇച്ചിരി മൂത്ത ഈ ഒരു ഏജിലുള്ള ആരും കണ്ടില്ലാത്തതുകൊണ്ട് റയാനും ഇങ്ങനെ ഫുൾ നോക്കിയിരിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങി. താഴെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു പ്രസാദം കിട്ടി, ഒരു ഖീർ പോലെ ഒരു സ്വീറ്റ് തന്നായിരുന്നു. അത് ഇവിടെ ഏത് അമ്പലത്തിൽ പോയാലും എന്തെങ്കിലും ഒരു പ്രസാദമായിട്ട് എന്തെങ്കിലും ഫുഡായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും നമുക്ക്. ഇപ്പുറത്ത് ഗുരുദ്വാറിലാണെങ്കിൽ അവിടെ കുറച്ചും കൂടി ഒരു ഫുഡ് ഐറ്റം കിട്ടും. നമ്മൾ ഗുരുദ്വാറിൽ ഇപ്രാവശ്യം കയറിയില്ല. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഗ്ലോബൽ വില്ലേജ് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു ക്ലിപ്പ് എടുത്തു. എന്തോ അറിയില്ല, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും നല്ലൊരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടി. നമുക്ക് അവിടുത്തെ ഒരു മണം തന്നെ, അവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ്. അപ്പോൾ അതും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ഡെയിലി ബിസി ലൈഫിൽ നിന്ന് മാറി കുറച്ചൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടും നമുക്ക്. ഈ ഒരു പൂവും നമുക്ക് മൂകാംബിക ദേവിക്ക് നമ്മളിത് ഹാരം വെച്ചപ്പോൾ അവിടുത്തെ പണ്ഡിറ്റ്ജി നമുക്ക് അവിടെ പൂജിച്ച ആപ്പിളും ഈ ഒരു പൂവും തന്നായിരുന്നു. ഇത് നല്ല മണമായിരുന്നു. ഈ പൂവിൻ്റെ മണവും ഫുൾ വീട് വരെ എത്തുന്നവരെ അതിൻ്റെ ഒരു മണവും കൂടെയൊക്കെ ആയപ്പോൾ എന്തൊരു നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.